ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നെറ്റ്ഫ്ലിക്സ് നമ്മുടെ വീരപ്പനെ വെച്ചൊരു ഡോക്യുമെന്ററി സീരീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സീരീസ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പോ C5 കൂസെ മുനുസാമി വീരപ്പൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഡോക്യുമെന്ററി വെബ് സീരീസ് വന്നിട്ടുണ്ട്. ഞാനത് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ആ നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് ഒന്നുമല്ലാത്തതുപോലെ തോന്നി. അതിലെന്തൊക്കെയോ കുറവുകൾ ഉള്ളതുപോലെ തോന്നി. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പുതിയ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സ്ട്രോർഡിനറി വെബ് സീരീസ്. ഡോക്യുമെന്ററി ഇത്ര ത്രില്ലർ പോലെ എടുക്കാൻ പറ്റുമെന്ന് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് അത്ര സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എല്ലാവരും കാണണം. മേ ബി നമ്മുടെ കേരള സൈഡൊന്നും ആരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ കണ്ടതുകൊണ്ട് പലരും ഇത് കാണാതെ, ഓക്കെ ഇത് ഓൾറെഡി കണ്ടതാണല്ലോ, ഇതിലെന്താ പുതുമയുള്ളതെന്ന് നോക്കിയിട്ട് പലരും കാണാതിരിക്കും. പക്ഷെ നിങ്ങളിത് മിസ് ചെയ്യരുത്. നമ്മളുടെ ഇന്ത്യയിൽ ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്യുമെന്ററി വെബ് സീരീസിൽ ഒന്ന് തന്നെയാണ് ഈ കൂസെ മുനുസാമി വീരപ്പൻ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് നെറ്റ്ഫ്ലിക്സ് എന്താണ് മിസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, വീരപ്പന്റെ റിയൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആ കാലത്തെടുത്തത് നക്കീരൻ എന്ന് പറയുന്ന തമിഴ് ഇൻവെസ്റ്റിഗേറ്റീവ് മീഡിയം, ആ ഒരു മീഡിയ ആണ്. അവരാണ് ആകെ വീരപ്പനെ റിയൽ ആയിട്ട് പോയിട്ട് ഇന്റർവ്യൂ എടുത്ത ഒരു മാഗസീൻ അവരുടെ മാത്രമായിരുന്നു. ഈ നക്കീരൻ ഗോപാൽ എന്ന് പറയുന്ന ആളിനെ നിങ്ങൾ പലയിടത്തും പല തമിഴ് അവാർഡ് ഫംഗ്ഷൻസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മീശ വെച്ച്, വീരപ്പനെ പോലെ തന്നെ മീശ വെച്ച ഒരാളാണ്. നിങ്ങൾക്ക് ആ ആളിനെ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇവരാണ് ഡയറക്റ്റ് ആയിട്ട് വീരപ്പന്റെ അടുത്ത് പോയിട്ട് ഇന്റർവ്യൂ എടുത്ത ഏക ഒരു മീഡിയം, ഇല്ലെങ്കിൽ ഒരു മീഡിയ. ഓക്കെ, സോ അവർ അന്ന് കാലത്തെടുത്ത വീഡിയോസ് ഇന്ന് അവരത് വീണ്ടും റീടെലികാസ്റ്റ് ചെയ്യാണ്. റിയൽ ആയിട്ട് വീരപ്പൻ തന്റെ അഭിപ്രായങ്ങളും താൻ എന്തുകൊണ്ടാണ് ഈ കുറ്റങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ഈ സീരീസിൽ തെളിവായിട്ട് പറയുന്നുണ്ട്. അഡൽട്ട് സർട്ടിഫൈഡ് ആണ്. കുട്ടികൾക്കെല്ലാം കാണിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കുക. കാരണം കൊല്ലുന്ന സീൻസ്, ഹാഫ് ഡെഡ്, ബേൺഡ്, അങ്ങനെയുള്ള ബോഡീസ് എല്ലാം അതിൽ വൃത്തിയായി കാണിക്കുന്നുണ്ട്. അതുകൂടാതെ എനിക്ക് ഇത് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം അവരിത് എടുത്തൊരു രീതിയാണ് ഗൈസ്. ഒരു ത്രില്ലർ പോലെയാണ് ഈ ഒരു ഡോക്യുമെന്ററി സീരീസ് തന്നെ അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ അത്ര നമ്മൾ ഇത്രയും കാലം അറിയാൻ ആഗ്രഹിച്ച, കാരണം എന്റെ കുട്ടിക്കാലത്തെല്ലാം ഞാൻ കേട്ട ഏറ്റവും വലിയ കള്ളന്റെ പേര് വീരപ്പൻ എന്നായിരുന്നു. അല്ലെങ്കിൽ ഒരു കാട്ടുകള്ളൻ, ആനക്കൊമ്പ് കടത്തുന്ന കേസ്, അല്ലെങ്കിൽ ചന്ദനമരം, ഇങ്ങനെയൊക്കെ ഈ ഒരു പേര്, ഇതൊക്കെ കട്ടുകൊണ്ടുപോകുന്ന ഒരാളെന്നൊരു പേരിലാണ് ഞാൻ ചെറുപ്പത്തിൽ വീരപ്പനെ കുറിച്ച് മനസ്സിലാക്കിയത്. പക്ഷെ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാഗത്തും പല ശരിയുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അയാൾക്കും അയാളുടെ സാഹചര്യങ്ങളും അത് കാരണം കൊണ്ടാണ് അയാൾ ഇത്രയും വലിയ ക്രൈമിലോട്ട് വന്നത്. ഇത് പോലീസ് വിചാരിച്ചതാണെങ്കിൽ ഫസ്റ്റ് തന്നെ തടുക്കായിരുന്നു. പക്ഷെ പോലീസ് അതിനൊന്നും കൂട്ടുനിന്നില്ല. അവരുടെ ഒരു ഈഗോ ക്ലാഷ് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ കള്ളനായതും ഇത്രയും വില കൊന്നൊടുക്കിയതും. ഇതെല്ലാം ക്ലിയർ ആയിട്ട് ആ ഒരു വെബ് സീരീസിൽ പറയുന്നുണ്ട്. വീരപ്പൻ റിയൽ ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോസ് എല്ലാം ഉണ്ട്. എത്ര പേരെ ഞാൻ കൊന്നു, എന്തുകൊണ്ട് ഞാൻ ഇവനെ കൊന്നു. അതുപോലെ ജയലളിതനെ കുറിച്ചൊക്കെ ആ സമയത്ത് ഒരു കമന്റ്, ഒരു വീഡിയോ ഇറക്കിയിട്ടത്. അപ്പൊ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരു വീഡിയോ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാണ്. ജയലളിത അപ്പൊ അവിടെ ചീഫ് മിനിസ്റ്റർ ആണ്. എന്നിട്ട് ജയലളിതനെ കുറിച്ച് അത്ര ധൈര്യത്തോടെ, അതൊന്നും ആ അമ്മയൊന്നും ഒരു ചീഫ് മിനിസ്റ്റർ ആവാൻ യോഗ്യതയില്ലാത്ത ഒരാളാണെന്ന് അത്ര ഓപ്പൺലി സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ വീരപ്പൻ പറഞ്ഞത് നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റും ഈ വെബ് സീരീസ് കണ്ടാൽ. നിങ്ങൾ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കൊള്ളക്കാരൻ. 250 കോടിക്ക് മേലെ ഇന്ത്യൻ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടും പുള്ളിക്കാരനെ ലൈവായി പിടിക്കാൻ പറ്റാതെ തോറ്റുപോയ നമ്മുടെ പോലീസുകാരുടെ കഥ. അതുകൂടാതെ കമാൻഡോസ്, മിലിറ്ററി എല്ലാരും വന്നിട്ടും ആ കാട്ടിൽ അയാളായിരുന്നു രാജാവ്. എന്ത് മാന്ത്രികമാണ് അയാൾ അവിടെ ചെയ്യുന്നതെന്ന് അറിയില്ല. അയാൾ തന്നെ പറയുന്നുണ്ട്, ദൈവം എനിക്ക് എന്തോ ഒരു സിദ്ധി തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് ഇനി ഒരിക്കലും തൊടാൻ പറ്റില്ല എന്ന്. അവസാനം പുള്ളിക്കാരനെ ചതിയിലൂടെ തന്നെയാണ് വീഴ്ത്തുന്നത്. എന്നാലും പുള്ളിക്കാരൻ അത്രയും കാലം ഇത്രയും വലിയ ഫോഴ്സിനെ എതിർത്ത് ആ കാട്ടിനുള്ളിലിരുന്നു. പുള്ളിക്കാരന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ലവനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കമലഹാസൻ പറയുന്ന പോലെ, ഹീസ് എ വില്ലൻ ഓൾസോ ഹീസ് എ ഹീറോ. പാതി അയാൾ നല്ലതും ചെയ്തിട്ടുണ്ട് അയാളുടെ ജനങ്ങൾക്ക്, അതിന് മീതി നിറയെ ആൾക്കാർക്ക് കുറ്റവും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ സീരീസ് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ് ഗൈസ്, യു ഷുഡ് വാച്ച് ദിസ് വെബ് സീരീസ്. മസ്റ്റ് വാച്ച് ആണ്, ഉറപ്പായും കണ്ടിരിക്കണം. നിങ്ങളുടെ ചെറുപ്പകാലത്ത് കേട്ട ആ ഒരു അത്രയും വലിയ കാട്ടുകൊള്ളക്കാരൻ എന്ന അയാളെ കുറിച്ചുള്ള അയാളുടെ ജീവചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വെബ് സീരീസ് കാണാം. ഇതിൽ പാതിയേ ഉള്ളൂ, പാർട്ട് 2 വരുന്നുണ്ട്.
അതിനുവേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത് മാത്രമേ പറയാനുള്ളൂ. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് വെബ് സീരീസ്. എല്ലാവരും പോയി കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വന്ന് എൻ്റെ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.